Good morning, sir. Morning, Anand. Morning, viewers. യെസ് സർ. നമ്മൾ അമേരിക്കൻ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് ഇൻഡെക്സിൽ ഏകദേശം 0.52% ഒരു മുന്നേറ്റമാണ് നമുക്ക് ഡോ ജോൺസ് ഇൻഡെക്സിൽ കാണാൻ കഴിയുന്നത്. ആൻഡ് എസ് ആൻഡ് പി 500 നോക്കുമ്പോൾ ഏകദേശം 0.11% മുന്നേറ്റം. ആൻഡ് നാസ്ഡാക്ക് നോക്കുകയാണെങ്കിൽ 0.13% മുന്നേറ്റം. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സ് നിലവിൽ LTP എന്ന് പറയുന്നത് 20,757 പോയിൻ്റാണ്. സോ അമേരിക്കൻ വിപണിയിൽ ഇനി മുന്നോട്ടേക്ക് സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ആനന്ദ്, നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ബെയറിഷ് ട്രെൻഡ് ഒരു മാറ്റവും കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ 2 ദിവസത്തിൽ നമ്മൾ ഈ 2 ഇൻഡെക്സസിലും ഒരു നേരിയ നേട്ടം കണ്ടിരിക്കുന്നത് വെറും ഷോർട്ട് കവറിംഗ് ആണെന്നുള്ള ഒരു കാര്യം നമ്മൾ മാറ്റരുത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു റിവേഴ്സൽ കാണുമെങ്കിൽ കറന്റ് ലെവൽസിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 3,000-3,500 പോയിന്റിന്റെ നേട്ടം ഡൗ ജോൺസ് നൽകേണ്ടിയിരിക്കുന്നു. അത് എനിക്ക് ആ ഒരു റിക്കവറി കാണാൻ ഇപ്പോഴത്തെ ലെവൽ വെച്ചിട്ട് കാണാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്കൊരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ കറന്റ് ലെവൽസിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1,300 പോയിന്റിന്റെ നേട്ടം കാണണം. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും അത്തരം ഒരു നേട്ടം കാണാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ട് കാണാൻ സാധിക്കും. യെസ് സർ. അപ്പം കൊമോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡിൽ ഏകദേശം 0.25% മുന്നേറ്റമാണ് നമുക്ക് ഗോൾഡിൽ കാണാൻ കഴിയുന്നത്. അതായത് $7 മുന്നേറി $2,689 നിലവിൽ ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഗോൾഡിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ ഓൾറെഡി ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. സ്വർണത്തിന്റെ കേസിൽ നമ്മൾ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $2,700 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് 2,730 അതിനുശേഷം $2,750 ആയിരിക്കും. നമ്മൾ അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ $2,640 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. യെസ് സർ. അപ്പം WTA ക്രൂഡിലേക്ക് വരികയാണെങ്കിൽ നിലവിലൊരു ഫ്ലാറ്റിഷ് ടോണിലാണ് നിലവിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ആൻഡ് LTP എന്ന് പറയുന്നത് $78.37. സോ WTA ക്രൂഡിൽ ഇനി മുന്നോട്ടേക്ക് ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ആൻഡ് നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു $10 നേട്ടം ക്രൂഡ് ഓയിൽ നൽകിയിട്ടുണ്ട്. അറ്റ് കറന്റ് ലെവൽസ് ക്രൂഡ് ഓയിലിൽ നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $77 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ടേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രൂഡിന്റെ കേസിൽ നമുക്ക് $2.5 മുതൽ $3 കറക്ഷൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പം ബ്രന്റ് ഓയിലിലേക്ക് വരികയാണെങ്കിൽ ബ്രന്റ് ഓയിൽ ഏകദേശം -0.05% ഇടിവോട് കൂടിയാണ് നിലവിൽ ബ്രന്റ് ഓയിൽ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് LTP എന്ന് പറയുന്നത് $79.88 ആണ്. സോ ബ്രന്റ് ഓയിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ആനന്ദ്, ബ്രന്റ് ആൻഡ് WTI ക്രൂഡിന്റെ കേസിൽ പാറ്റേൺ സിമിലർ ആയിട്ടാണ് കാണുന്നത്. ബ്രന്റ് ആയിക്കോട്ടെ WTI ക്രൂഡ് ആയിക്കോട്ടെ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈവച്ച് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്ക് $79.40 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ നമുക്ക് ലോങ് പൊസിഷൻ ഒന്നും തന്നെ എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. യെസ് സർ. അപ്പം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ ഏകദേശം ഒരു 0.39% മുന്നേറി 90 പോയിന്റ് മുന്നേറി 23,176 ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഒപ്പം ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 1.43% മുന്നേറ്റം. സോ ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഇനി മുന്നോട്ടേക്ക് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർ ടോൺ ബെയറിഷായി തന്നെ തുടരുന്നു. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ കാണുന്നത്. ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന നേരിയ റിക്കവറി ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ആൻഡ് ഞാൻ നേരത്തെ നാസ്ഡാക്ക് ഇൻഡെക്സ് ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. നമ്മൾ അതേപോലെ തന്നെ നിഫ്റ്റി 50യിൽ നമ്മളൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ കറന്റ് ലെവൽസിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1000 പോയിന്റിന്റെ റിക്കവറി നമുക്ക് നിഫ്റ്റി 50യിൽ ആവശ്യമുണ്ട്. അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം എനിക്ക് ആ ഒരു 1000 പോയിന്റ് റിക്കവറി കാണാൻ സാധിക്കുന്നില്ല. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 23,900 പോയിന്റിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. യെസ് സർ.
അപ്പം ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ അറൗണ്ട് 1.43% മുന്നേറ്റമാണ് ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 687 പോയിന്റ് വരുന്ന 48,729 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ വളരെ നല്ലൊരു ബുള്ളിഷ് മുന്നേറ്റം അല്ലെങ്കിൽ ഒരു ബൈ നമുക്ക് ബാങ്ക് സ്റ്റോക്സിൽ ഇന്നലത്തെ ദിവസം കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഇനി മുന്നോട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നവ ഡിസംബർ 30 52,000 പോയിന്റ് ലെവലിൽ നിന്നും തുടർച്ചയായിട്ട് നമുക്കൊരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു കാണാൻ സാധിച്ചത്. സോ ഈ 2 ആഴ്ച നീണ്ടു നിന്ന ഒരു ഷോർട്ട് പൊസിഷൻസിന്റെ ബിൽഡപ്പ് ആയിരുന്നു നമുക്ക് 2 ആഴ്ച കാണാൻ സാധിച്ചത്. ഇന്നലെ കണ്ടിരിക്കുന്ന ആ റിക്കവറി അഗെയിൻ ഇറ്റ് ഈസ് നോട്ട് എ ഫ്രഷ് ബൈങ്, അത് വെറും ഒരു ഷോർട്ട് കവറിങ് മാത്രം. ആൻഡ് നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിഫ്റ്റി ബാങ്കിങ് സെക്ടറിലും ഇറ്റ് ഈസ് ബെയറിഷ്. സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലെ 2 മേജർ റെസിസ്റ്റൻസ് കാണുന്നത് ആദ്യത്തെ 49,600 പോയിന്റ്, അതിനുശേഷം 52,000 പോയിന്റ്. ഈ 2 റെസിസ്റ്റൻസ് ലെവൽസ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് ബ്രേക്ക് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. യെസ് സർ. അപ്പം സ്റ്റോക്സ് ഇൻ ഫോക്കസിലേക്ക് വന്നേക്കുന്നതിൽ ഒന്നാമതായിട്ട് എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. ഇന്ന് റിസൾട്ട് വരാനിരിക്കുന്ന ഒരു ഓഹരിയാണ്. ആൻഡ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 4.51% മുന്നേറ്റമാണ് എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കാഴ്ചവെച്ചേക്കുന്നത്. ആൻഡ് 184 രൂപയാണ് LTP വരുന്നത്. സോ എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ ഇനി മുന്നോട്ടേക്കൊരു ടേക്ക് എന്താണ്? എയറോഫ്ലെക്സ് ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് നമ്മൾ ഓവറോൾ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്പേസിൽ ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എയറോഫ്ലെക്സിന്റെ കേസിൽ നിലവിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് നമ്മൾ നിഫ്റ്റി 50 നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചതുപോലെ ഒരു ഷോർട്ട് കവറിംഗ് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ റെസിസ്റ്റൻസ് 190, അതിനുശേഷം 198 ആയിരിക്കും. ബട്ട് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 173 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. യെസ് സർ. മറ്റൊരു ഫോക്കസിൽ വന്നേക്കുന്ന ഒരു സ്റ്റോക്ക് പഞ്ചാബ് ആൻഡ് സിൻഡ് ബാങ്ക് ആണ്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 14% മുന്നേറ്റമാണ് PSB ബാങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് LTP എന്ന് പറയുന്നത് 48.09 റുപ്പീസ് ആണ്. സോ PSB പഞ്ചാബ് ആൻഡ് സിൻഡ് ബാങ്കിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പഞ്ചാബ് ആൻഡ് സിൻഡ് ബാങ്ക്, സെൻട്രൽ ബാങ്ക്, IOB, മഹാരാഷ്ട്ര ബാങ്ക് മുതലായ ബാങ്കിങ് സ്റ്റോക്സിലൊക്കെ ഇന്നലെ നമുക്ക് ഒത്തിരി ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് അത് മുഴുവനും സ്പെക്യുലേറ്റീവ് ബൈയിങ് ആയിരുന്നു. അതിന്റെ പ്രധാന കാരണം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് 2,000 കോടി രൂപയുടെ ഒരു QIP അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഓരോ ബാങ്കിനും. അതിന്റെ ഒരു അടിസ്ഥാനത്തായിരുന്നു ഇന്നലെ നമ്മൾ റിക്കവറി കണ്ടത്. ബട്ട് ഫ്രം എ ചാർട്ട് ടെക്നിക്കൽ പെർസ്പെക്റ്റീവ് വീണ്ടും ഇതൊരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ലോ റിസ്ക് ആയിട്ട് പഞ്ചാബ് ആൻഡ് സിൻഡ് ബാങ്കിൽ ഒരു ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ 56 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. വീണ്ടും മറ്റ് സ്റ്റോക്സിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ 56 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. യെസ് സർ. മറ്റൊരു ഫോക്കസിൽ വന്നേക്കുന്ന സ്റ്റോക്കാണ് അശോക് ലെയ്ലാൻഡ്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 3.75% മുന്നേറി 210 രൂപയാണ് LTP വന്നേക്കുന്നത്. ആൻഡ് ഒരു വീക്ക്ലി റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് 7.19% ഒരു നെഗറ്റീവ് റിട്ടേൺസും കൂടിയാണ് അശോക് ലെയ്ലാൻഡ് തന്നേക്കുന്നത്. സോ അശോക് ലെയ്ലാൻഡിൽ ഇനി മുന്നോട്ടേക്കൊരു ടേക്ക് എന്താണ്? അശോക് ലെയ്ലാൻഡിന്റെ കേസിൽ നമുക്ക് നവംബർ മാസത്തിന് ശേഷം ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് 200 രൂപയിൽ ഫോം ചെയ്തിട്ടുമുണ്ട്. സോ മറ്റ് പല ഓട്ടോ സ്റ്റോക്സിനോടൊപ്പം തന്നെ നമുക്ക് അശോക് ലെയ്ലാൻഡിന്റെ കേസിൽ ഒരു റിക്കവറിക്ക് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ബട്ട് നമുക്ക് വളരെ സേഫ് ആയിട്ട് ഒരു ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ 232 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. യെസ് സർ. മറ്റൊരു ഫോക്കസിൽ വന്നേക്കുന്ന സ്റ്റോക്കാണ് ലാർസൻ ആൻഡ് ട്യൂബ്രോ ലിമിറ്റഡ്. ഇന്ന് റിസൾട്ട് വരുന്നൊരു ഓഹരിയും കൂടിയാണ്. ലാസ്റ്റ് സെഷനിൽ 0.05% ഇടിഞ്ഞ് 3,462 രൂപയാണ് LTP. ഒരു വീക്ക്ലി റിട്ടേൺസും കൂടി നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് 4% ആൻഡ് അറൌണ്ട് 3 മന്ത് റിട്ടേൺസ് ഒരു നെഗറ്റീവ് 2.46% ആണ് L&T രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ലാർസൻ ആൻഡ് ട്യൂബ്രോ ലിമിറ്റഡിൽ സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? L&Tയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3,435 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. യെസ് സർ.
മറ്റൊരു ഫോക്കസിൽ വന്നേക്കുന്ന സ്റ്റോക്കാണ് SBI കാർഡ്സ്. SBI കാർഡ്സ് ലാസ്റ്റ് സെഷനിൽ അറൌണ്ട് 3% മുന്നേറ്റമാണ് SBI കാർഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് നിലവിൽ 21 രൂപ ഉയർന്ന് 734 LTP. സോ SBI കാർഡിൽ സാധനം ടേക്ക് എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI കാർഡ്സിൽ നമുക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ, വലിയൊരു കറക്ഷനെ കാണാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകൾക്കിടെ പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലും നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മളൊരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോക്ക് 704 രൂപയിലായിരിക്കണം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 760, അതിനുശേഷം 780 രൂപയിലും ആയിരിക്കും. യെസ് സർ. മറ്റൊരു ഫോക്കസിൽ വന്നേക്കുന്ന ഒരു ബാങ്കാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, IOB ബാങ്ക്. അറൌണ്ട് 18.31% മുന്നേറ്റമാണ് അവസാന ട്രേഡിംഗ് സെഷനിൽ മാത്രം ഓഹരി കാഴ്ചവെച്ചേക്കുന്നത്. ആൻഡ് LTP 53.77 രൂപയാണ്. സോ IOB ബാങ്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഞാൻ നേരത്തെ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിനെ കുറിച്ചൊരു വ്യൂ നൽകിയിരുന്നു. സോ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, IOB, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, സെൻട്രൽ ബാങ്ക്, ഈ 5 സ്മോൾ പബ്ലിക് സെക്ടർ ബാങ്കിങ്ങിലും ഇന്നലെ സെൻട്രൽ ഗവൺമെന്റ് 2000 കോടി രൂപയുടെ QIP നൽകുമെന്നൊരു വാർത്ത പുറത്തോട്ട് വന്നിരുന്നു. അതിനെ തുടർന്നായിരുന്നു നമുക്ക് ഈ 5 സ്റ്റോക്സിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചത്. അറ്റ് ദിസ് മൊമെന്റ് IOBയുടെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഇതിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 60 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. യെസ് സർ. നമുക്ക് എന്തായാലും ഓഡിയൻസിൻ്റെ ക്വയറീസിലേക്ക് കിടക്കാൻ സമയമായി. ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്നത് ആസ്ട്രൽ ലിമിറ്റഡിനെ പറ്റിയാണ്. അവസാന ട്രേഡിംഗ് സെഷനിൽ 1.50% മുന്നേറ്റമാണ് ഓഹരി കാഴ്ചവെച്ചേക്കുന്നത്. ആൻഡ് ഏകദേശം 40,000 കോടിയോളം മാർക്കറ്റ് ക്യാപ്പ് വരുന്നൊരു കമ്പനിയാണ്. ആൻഡ് ഒരു 17.2% ഒരു ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ടുമുണ്ട്. സോ ആസ്ട്രൽ ലിമിറ്റഡിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? ആസ്ട്രൽ ലിമിറ്റഡ് വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് നമുക്ക് കഴിഞ്ഞ ജൂൺ മാസത്തിന് ശേഷം വലിയ സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് എസ്പെഷ്യലി കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന ശക്തമായ ഒരു സെൽ ഓഫിനെ തുടർന്ന് നമുക്കൊരു ഷോർട്ട് കവറിംഗ് എക്സ്പെക്ട് ചെയ്യാം. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 1560, 1600, 1645. ഈ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നത് കൊണ്ട് ട്രെൻഡ് റിവേഴ്സലിനുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ട് കാണുന്നത്. സോ ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കരുത്. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്ന ഒരു ഓഹരിയാണ് ഉജ്ജുവൈൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക്. ഏകദേശം 2.71% മുന്നേറ്റമാണ് ഓഹരി രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്കിന് സാറിൻ്റെ ടേക്ക് എന്താണ്? ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ഈക്വിറ്റാസ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ജന സ്മോൾ ഫൈനാൻസ് ബാങ്ക് മുതലായ ഒത്തിരി ലിസ്റ്റഡ് സ്പേസിൽ സ്മോൾ ഫൈനാൻസ് ബാങ്ക്സ് നിലവിലുണ്ട്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇതിന്റെ ഒക്കെ ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എങ്കിലും സ്മോൾ ഫൈനാൻസ് ബാങ്ക്സിൽ പല സ്മോൾ ഫൈനാൻസ് ബാങ്ക്സ് ഇൻക്ലൂഡിംഗ് ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഉജ്ജീവന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 35 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 35ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 37 ആയിരിക്കും അടുത്ത റെസിസ്റ്റൻസ്. 37ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 41 രൂപയിലായിരിക്കും. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്ന ഒരു ഓഹരിയാണ് സ്വിഗ്ഗി. ആൻഡ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ 0.31% ഉയർന്ന് 464 രൂപയാണ് LTP. ഒരു വീക്ക്ലി റിട്ടേൺസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ -13.65% ആണ് വീക്ക്ലി റിട്ടേൺസ്. ആൻഡ് ഓൾമോസ്റ്റ് 3 മന്ത് റിട്ടേൺ പരിശോധിക്കുകയാണെങ്കിൽ 10.61%. സോ സ്വിഗ്ഗിയിൽ ഇനി മുന്നോട്ടേക്ക് സാറിൻ്റെ ടേക്ക് എന്താണ്? സ്വിഗ്ഗി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒത്തിരി നാളുകളായിട്ടില്ല. ആൻഡ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ടാണ് ഈ ഒരു സ്റ്റോക്കിലും സൊമാറ്റോയിലും നമുക്ക് ഒത്തിരി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സോ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ആൻഡ് ഈ സ്റ്റോക്കിലും നമുക്കൊരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ആദ്യത്തെ 500, അതിനുശേഷം 525. യെസ് സർ. സെബിൻ എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്നത് IDFC ഫസ്റ്റ് ബാങ്ക് ലിമിറ്റഡിനെ പറ്റിയാണ്. 4% അവസാന ട്രേഡിംഗ് സെഷനിൽ ഓഹരി മുന്നേറിയത്. ആൻഡ് LTP എന്ന് പറയുന്ന 69.9 റുപ്പീസ് ആണ്. സോ IDFC ഫസ്റ്റ് ബാങ്കിൽ സാറിൻ്റെ ടേക്ക് എന്താണ്?
ഞാൻ നേരത്തെ നിഫ്റ്റി ബാങ്കിങ് സെക്ടറിനെ കുറിച്ച് ഒരു വ്യൂ നൽകിയിരുന്നു. സോ IDFC ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ സെയിം പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് 58 രൂപ 50 പൈസയിൽ കാണുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 67 രൂപയായിരിക്കും. 67ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 72 രൂപ. 72 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ സ്റ്റോക്ക് ഒരു സേഫ് സോണിലോട്ട് എത്താൻ പോകുന്നു. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്ന ഒരു ഓഹരിയാണ് ഒറാക്കിൾ ഫൈനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ് ലിമിറ്റഡ്. ഇന്ന് റിസൾട്ട് വരുന്നൊരു ഓഹരിയാണ്. തുടർച്ചയായിട്ട് 5 സെഷനിൽ ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് അവസാന ട്രേഡ് സെഷനിൽ 0.92% ഉയർന്ന് 10,748 രൂപയാണ് LTP. സോ OFSSൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? OFSSന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഒത്തിരി പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബെയറിഷായി മാറിക്കഴിഞ്ഞു. സ്റ്റോക്കിന്റെ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഏരിയ 10,400 റുപ്പീസ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബെയറിഷായി മാറും. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ലെവലിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 11,200, അതിനുശേഷം 11,600. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്ന ഒരു ഓഹരിയാണ് ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ്. ലാസ്റ്റ് ട്രേഡ് സെഷനിൽ 2.6% മുന്നേറ്റമാണ് ടാറ്റ മോട്ടോഴ്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 19 രൂപ ഉയർന്ന് 720 രൂപയാണ് LTP. സോ ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ എന്നുള്ളൊരു ഹൈ പോസിബിലിറ്റിയെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഒരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കറന്റ് ലെവൽസിൽ കൺസിഡർ ചെയ്യാം. 780 രൂപ ഇസ് ദ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. 780ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് ഉള്ള റെസിസ്റ്റൻസ് ലെവൽസ് 810, 825, 840. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്ന ഒരു ഓഹരിയാണ് IOC. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ 3.8% മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. 4 രൂപ ഉയർന്ന് 126 രൂപയാണ് LTP. ആൻഡ് വീക്ക്ലിയിൽ അറൌണ്ട് -5.14% ഇടിവ് IOC രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ IOCയിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നമ്മൾ IOC ഇന്നലെയും ഇതേ ഫോർത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. IOC, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം മുതലായ സ്റ്റോക്സ് ഒക്കെ തന്നെ ക്രൂഡ് ഓയിലിന്റെ വില ഉയരുന്ന സമയത്ത് ഇതിനൊക്കെ നെഗറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിക്കും. കാര്യം എന്തെന്നാൽ ഇതിന്റെ ഇൻപുട്ട് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ആയിട്ട് അകത്തോട്ട് വരുന്നത് ഒക്കെ ക്രൂഡ് ഓയിലാണ്. സോ വെൻ ക്രൂഡ് ഓയിൽ പ്രൈസസ് ഗോ അപ്പ്, ഇറ്റ് ഇസ് നെഗറ്റീവ് ഫോർ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. അതിനെ തുടർന്ന് നമുക്ക് കഴിഞ്ഞ 2-3 മാസത്തിനിടെ വലിയൊരു സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ 135, അതിനുശേഷം 140 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്ന ഒരു ഓഹരിയാണ് നെൽക്കോ ലിമിറ്റഡ്. ഇന്ന് റിസൾട്ട് വരുന്നൊരു ഓഹരിയും കൂടിയാണ്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ 2.69% മുന്നേറ്റമാണ് ഓഹരി രേഖപ്പെടുത്തിയിരിക്കുന്നത്. LTP 1,202 രൂപയാണ്. ആൻഡ് കമ്പനിയുടെ ഒരു പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഒരു ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട്, 23.2% ഉള്ള ഒരു ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് നൽകുന്ന ഒരു കമ്പനി കൂടിയാണ് നെൽക്കോ. സോ നെൽക്കോയിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? നെൽക്കോയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1,145 രൂപയിലെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇന്ന് റിസൾട്ട് വരുന്നതിനെ തുടർന്ന് നമുക്ക് ഈ സ്റ്റോക്കിലും വോളറ്റിലിറ്റി പ്രതീക്ഷിക്കാം. സോ ഈ സ്റ്റോക്ക് റിസൾട്ട് വന്നതിന് ശേഷം 1-2 ദിവസം സെറ്റിൽ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഈ സ്റ്റോക്കിന് 1,262ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്ന ഒരു ഓഹരിയാണ് ട്രാൻസ്റെയിൽ ലൈറ്റിംഗ് ലിമിറ്റഡ്. വളരെ റീസെൻ്റ്ലി ലിസ്റ്റ് ചെയ്തൊരു ഓഹരിയും കൂടിയാണ്. അവസാന ട്രേഡിംഗ് സെഷനിൽ 7.71% മുന്നേറ്റമാണ് ട്രാൻസ്റെയിൽ ലൈറ്റിംഗ് ലിമിറ്റഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ഇന്ന് അതിൻ്റെ റിസൾട്ട് വരുന്നതും കൂടിയാണ്. സോ ട്രാൻസ്റെയിൽ ലൈറ്റിംഗ് ലിമിറ്റഡിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്?
ട്രാൻസ്റെയിലിന്റെ കേസിൽ നമുക്ക് ഒത്തിരി ട്രേഡിംഗ് ഹിസ്റ്ററി കാണാൻ സാധിക്കുന്നില്ല. ലിസ്റ്റിംഗിന് ശേഷം ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്കാണ് ട്രാൻസ്റെയിൽ. സോ ഈ സ്റ്റോക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിസൾട്ട് വരുന്നതിനെ തുടർന്ന് ഇന്ന പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. ഈ സ്റ്റോക്കിന് 578 രൂപയുടെ സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ 2 ദിവസത്തിന് ശേഷം നമുക്കൊരു പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 660 രൂപ. 660ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 722 ആയിരിക്കും. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്നൊരു ഓഹരിയാണ് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 13% മുന്നേറ്റമാണ് ഓഹരി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് LTP എന്ന് പറയുന്നത് 1006 രൂപയാണ്. സോ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിൽ സാറിന് ഒരു ടേക്ക് എന്താണ്? ഇന്നലെ അഡാനി ഗ്രീൻ എനർജി മാത്രമല്ല എല്ലാ അഡാനി സ്റ്റോക്സിലും നമുക്കൊരു സ്ട്രോങ് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. എങ്കിൽ പോലും ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ട്രെൻഡ് റിവേഴ്സലിന് പോരാതെയായിരുന്നു വന്നത്. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അഡാനി ഗ്രീനിന്റെ കേസിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് 860 രൂപയിലായിരിക്കണം. ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ ഈ സ്റ്റോക്കിൽ നടക്കണമെങ്കിൽ 1200 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 1440 അതിനുശേഷം 1645 ആയിരിക്കും. 1645ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ സ്റ്റോക്ക് ഒരു സേഫ് സോണിലോട്ട് എത്തിച്ചേരത്തുള്ളൂ. യെസ് സർ. അവസാനമായി ഒരു പ്രശ്നം ചോദിച്ചേക്കുന്നത് മാരുതി സുസുക്കിനെ പറ്റിയാണ്. ലാസ്റ്റ് സെഷനിൽ 2.12% മുന്നേറ്റമാണ് ഓഹരി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് 11,741 രൂപയിലാണ് ഓഹരി ക്ലോസ് ചെയ്തേക്കുന്നത്. സോ മാരുതിയിൽ ഇനി മുന്നോട്ടേക്ക് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു, ടാറ്റ ആൻഡ് അശോക് ലേലൻഡിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഈ ഓട്ടോ സെക്ടറിന്റെ റിക്കവറിയെ നയിക്കുന്ന ഒരു സ്റ്റോക്കാണ് മാരുതി സുസുക്കി. ഓൾറെഡി ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ആൻഡ് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ വീണ്ടും ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. 11,800 രൂപ ഇസ് ദി ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. 11,400 നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 12,120. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേമിൽ തന്നെ ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. യെസ് സർ. സർ അതുപോലെ തന്നെ അവസാനമായി ചോദിക്കുന്നത് SBI കാർഡിനെ പറ്റിയാണ്. SBI കാർഡ് അറൌണ്ട് 2.96% മുന്നേറ്റമാണ് SBI കാർഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 21 രൂപ മുന്നേറി 734 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ SBI കാർഡിൽ സാറിന് ടേക്ക് എന്താണ്? SBI കാർഡിന്റെ കേസിൽ നമ്മൾ ആക്ച്വലി ഇന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു നേരത്തെ. SBI കാർഡിന്റെ കേസിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 700, 703 ആ ഒരു റേഞ്ചിലായിരിക്കും നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇത് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 760, 765 ആ ഒരു റേഞ്ചിലായിരിക്കും. യെസ് സർ. എന്നാലും താങ്ക് യു സർ. നമുക്ക് ഇത്രത്തോളം മാർക്കറ്റ് അപ്ഡേറ്റ്സും അനാലിസിസും നമുക്ക് തന്നതിന്. അത് നമുക്ക് വീണ്ടും കൂടുതൽ അപ്ഡേറ്റ്സും കൂടുതൽ അനാലിസിസുമായി നമുക്കിനി മാർക്കറ്റ് സ്ക്രീനറി കാണാം. നന്ദി, നമസ്കാരം.